ഒരു വീട് സൂക്ഷിക്കാൻ തന്നാൽ കേടുപാടുകളില്ലാതെ ആ വീട് തിരിച്ചു നൽകേണ്ടയോ? ഒരു മൊബൈൽ ഫോൺ സൂക്ഷിക്കാൻ തന്നാൽ കേടുപാടുകളില്ലാതെ ആ മൊബൈൽ ഫോണും നമ്മൾ തിരിച്ചു നൽകേണ്ടയോ? എന്നാൽ അതേപോലെ അള്ളാഹു നമ്മൾക്ക് സൂക്ഷിക്കാൻ തന്ന മുതലാണ് നമ്മുടെ മക്കളെന്ന് മനസ്സിലാക്കണം. ഒരു കേടുപാടുമില്ലാതെ, ഒരു തകരാറില്ലാതെ, ഒരു ന്യൂനതയില്ലാതെ, ഒരു കുറവുമില്ലാതെ ഈ മക്കളെ അള്ളാഹുവിന് തിരിച്ചു നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്നും നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കടമയാണത്. അതിനു വേണ്ടിയാണ് ഇന്നത്തെ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. മക്കൾ സാലിഹീങ്ങളാവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, നല്ല ഇണയെ തിരഞ്ഞെടുക്കണം. സാലിഹത്തായ അള്ളാഹുവിനെ പേടിയുള്ള ഭാര്യയെ തിരഞ്ഞെടുക്കണം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, തഖയ്യറൂ ലിനുതഫികൂ വഅൻകിഹുൽ ലക്ഫാഅ വഅൻകിഹൂ ഇലൈഹിം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ നിങ്ങൾ തെരഞ്ഞു പിടിക്കണമെന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. കണ്ട പെണ്ണിനെയൊന്നും നിങ്ങൾ വിവാഹം കഴിക്കരുത്. പ്രപ്പോസൽ വന്ന എല്ലാ പെണ്ണിനെയും നിങ്ങൾ അംഗീകരിക്കരുത്. പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അല്ലാഹുവിനെ പേടിയുള്ള, ദീനീ ബോധമുള്ള, അച്ചടക്കമുള്ള പെണ്ണിനെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിനെ പേടിയില്ലാത്ത, ദീനീ ബോധമില്ലാത്ത, ദീനീ ചിട്ടയില്ലാത്ത മോഡേൺ വീടുകളിൽ ഫാഷന്റെയും അതേപോലെ തന്നെ ഈ ഭൗതികമായ ലോകത്തുള്ള സുഖങ്ങളുടെയും അടിമകളായി മാറിയ, സോഷ്യൽ മീഡിയകളുടെ അടിമകളായി മാറി, അതിലേക്കപ്പോ എന്താ കുഴപ്പമെന്ന് ചോദിച്ച് ഞങ്ങൾക്കിഷ്ടമുള്ള വേഷം ധരിക്കും, നിങ്ങളാരാ ചോദിക്കാൻ? ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ നൃത്തം ചെയ്യും, നിങ്ങളാരാ ചോദിക്കാൻ? എന്നിങ്ങനെ ഫെമിനിസം കളിയാടുന്ന വീടുകളിൽ സുന്ദരികളായ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുന്ദരികളായ പെണ്ണുങ്ങളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഏത് സുന്ദരികൾ? എല്ലാ സുന്ദരികളും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സുന്ദരികൾ നാടുവിടേണ്ടി വരും. കാരണം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സുന്ദരികൾ തന്നെയാണ്. എല്ലാവർക്കും സ്വന്തം സുന്ദരി തന്നെയല്ലേ? ഇല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് സുന്ദരി? നിങ്ങളെ ഭാര്യയോട് ചോദിച്ചു നോക്കിയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആരാ ഏറ്റവും നല്ല ഗ്ലാമറുള്ളത്? ഭാര്യയ്ക്ക് ഭാര്യ തന്നെയായിരിക്കും. അപ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സുന്ദരികൾ തന്നെയാണ്. അപ്പോൾ സുന്ദരികളെ വിവാഹം കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നാളെ നാട് വിടല്ലായിരുന്നു. എല്ലാ സുന്ദരികളെയും കഴിക്കണ്ടെന്നല്ല പറഞ്ഞത്. നബിതങ്ങൾ പറഞ്ഞു, ഏത് സുന്ദരികളെയാണ് കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞത്? അൽമർഅത്തുൽ ഹുസ്നാ ഫിൽ മൻബിത്തിസ്സൂ. അല്ലാഹുവിനെ പേടിയില്ലാത്ത വീടുകളിൽ വളർന്നു വരുന്ന സുന്ദരികളായ പെൺകുട്ടികളെ ഒരു കാരണവശാലും നിങ്ങൾ കല്യാണം കഴിക്കരുത്. കഴിച്ചുപോയാൽ നിങ്ങളുടെ ജീവിതം തീർന്നു എന്ന് മനസ്സിലാക്കിക്കോ. അത് കഴിച്ച നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു, ജീവിതമില്ല. പിന്നെന്താ? പിന്നെ അടിമ, പിന്നെ നിങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതമില്ല. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിന്റെ സുഖങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ പെണ്ണ് അങ്ങോട്ട് പോകാൻ പറഞ്ഞ് അങ്ങോട്ട് പോകണം, അങ്ങോട്ട് വരാൻ പറഞ്ഞ് ഇങ്ങോട്ട് വരണം. പെണ്ണിനെ കൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ. മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിച്ചു, ആരാണ് നബിയെ ഈ ഖദ്റാഉദ്ദിമൻ എന്ന് പറയുന്നത്? നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ പേടിയില്ലാത്ത വീട്ടിൽ വളർന്നു വരുന്ന സുന്ദരികളായ പെൺകുട്ടികൾ. ഉമ്മമാർക്ക് അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ല, ഉപ്പയ്ക്കും അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ല, മാതാപിതാക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ല. ആ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടാറില്ല. ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത എത്ര വീടുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും? ആ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടാറില്ല. ആ വീടുകളിൽ തഹജ്ജുദ് നിസ്കരിക്കപ്പെടാറില്ല. ആ വീടുകളിൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഖുർആൻ തുറക്കപ്പെടാറില്ല. ആ വീടുകളിൽ നിസ്കാരം വളരെ കൃത്യമായി നടത്തപ്പെടാറില്ല. ആർക്കോ വേണ്ടി എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന വീട്,
അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഭയഭക്തി ആ വീട്ടിലാർക്കുമില്ല. എന്നാൽ എല്ലാവരും സുന്ദരികളാണ്. പുറത്തിറങ്ങുന്നത് നല്ല മോഡേൺ വസ്ത്രങ്ങളുമായി മേക്കപ്പ് ചെയ്ത് ജനങ്ങളോടെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിത്തിരിക്കുന്ന മോഡേൺ യുഗത്തിലെ അടിമകളായ ചില സ്ത്രീകളെ നിങ്ങൾ കണ്ടുപോയാൽ, പ്രപ്പോസൽ വന്നുപോയാൽ, അവർ വിവാഹം കഴിച്ചാൽ നിങ്ങൾ തകർന്നു പോകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. എന്ത് വേണം? സൗന്ദര്യം വേണം, അതിൻ്റെ കൂടെ ദീനും വേണം. സുന്ദരികളായാൽ ദീനും കൂടി ഉണ്ടാവാനൊന്ന് ശ്രമിക്കണം. അപ്പോഴാണ് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവുക. സൗന്ദര്യത്തോടുകൂടി ദീനും വേണം. ദീനില്ലാത്ത സൗന്ദര്യം വേസ്റ്റാണ്. എന്നാൽ ദീനുള്ള സൗന്ദര്യം മുത്തുകളാണ്. ദീനുള്ള സൗന്ദര്യം മുത്തുകളെക്കാളും പവിഴങ്ങളെക്കാളും വലുതാണ്. വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സ്സാലിഹ. ലോകത്തെ ഏറ്റവും അമൂല്യമായ സമ്പാദ്യം പവിഴങ്ങളല്ല, രത്നങ്ങളല്ല, മുത്തുകളല്ല, ദീനീബോധമുള്ള നല്ല സുന്ദരികളായ പെൺകുട്ടികൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം. പെണ്ണിനെ അല്ലാഹു വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ലോകത്തെ അമൂല്യമായ സമ്പാദ്യം. അല്ലാഹുവിനെ പേടിയുള്ള നല്ല പെൺകുട്ടികളാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ചരക്കതാണ്. അതുകൊണ്ട് അത്തരം ചരക്കുകളെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. വിവാഹം കഴിക്കാൻ വേണ്ടി തഖയ്യറൂലിനുതഫിക്കും. നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ മക്കൾ സാലിഹീങ്ങളാവണമെങ്കിൽ ഇതുപോലെയുള്ള സ്ത്രീകളാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകളിൽ നിന്ന് 6 വിഭാഗം ആളുകളെ നിങ്ങൾ ഒരു കാരണവശാലും വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞു. അതിലൊരു പെണ്ണ് ലാ തൻകഹ് മിനൻ നിസാഇ 6 വിഭാഗം സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. 1 ലാ അന്നാന വലാ മന്നാന വലാ ഹന്നാന വലാ തൻകിഹു ഹദ്ദാഖ വലാ ബറാഖ വലാ ശദ്ദാഖ. ഈ 6 വിഭാഗം സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. അഥവാ എപ്പോഴും പരാതി പറയുന്ന, വേവലാതി പറയുന്ന പെണ്ണ്, കരയുന്ന പെണ്ണ്, ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ കരയുന്നവൾ, പരാതിയും പരിഭവങ്ങളും പറയുന്ന പെണ്ണ്. 2 ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലയോ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലയോ, ഞാൻ സഹായിച്ചിട്ടില്ലയോ. ഇങ്ങനെ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. 3-ാമത്തേത് മറ്റുള്ള പുരുഷന്മാരുടെ വിവാഹം കഴിഞ്ഞിട്ടും അന്യപുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സ്ത്രീകൾ. വിവാഹം കഴിഞ്ഞിട്ടും അല്ലതി തഹിന്നു ഇലാ സൗജിൻ ആഖർ. വിവാഹം കഴിഞ്ഞിട്ടും സൂക്ഷ്മതയില്ലാതെ അന്യപുരുഷന്മാരെ വശീകരിക്കാൻ പോകുന്നവർ. അറബികൾ പറഞ്ഞ വിഷയമാണിത്. അറബികളിൽ നിരന്തരമായി ത്വലാഖുകളും, നിരന്തരമായി 1, 2, 3, 4 ഭാര്യമാരെയൊക്കെ അറബികൾ വിവാഹം കഴിച്ചിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ. ഇസ്ലാം വന്നതിന് ശേഷമാണ് 4 ചുരുക്കിയത്. അതിനു മുമ്പ് 16 സ്ത്രീകളെ ഒരൊറ്റ സമയത്ത് കൊണ്ടു നടന്നവരുണ്ടായിരുന്നു. 16 സ്ത്രീകളെ ഒരൊറ്റ സമയത്ത് കൊണ്ടു നടന്നിരുന്ന അറബികളുണ്ടായിരുന്നു. 16-ൽ കൂടുതലുണ്ടായവരുണ്ട്. അങ്ങനെ കണ്ടമാനം സ്ത്രീകളെ വിവാഹം കഴിച്ച് ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകും. ഒന്നിനെ മടുത്താൽ അതിനെ ത്വലാഖ് ചെല്ലും, എന്നിട്ട് അടുത്തതിനെ കെട്ടും. ഇപ്പൊ ത്വലാഖ് ചൊല്ലി എത്രയോ വിധവകളുണ്ടാകും, ആ പെണ്ണിനെ കിട്ടും. ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ ത്വലാഖ് ചൊല്ലുകയും കെട്ടുകയും ചെയ്യുന്നൊരു കാലത്താണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത് 4-ൽ കൂടുതൽ സ്ത്രീകൾ ഒരു കാരണവശാലും നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല എന്ന്. അതെന്തേ 1 ചുരുക്കാത്തതെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ ഒരു പുരുഷന് ഒരു പെണ്ണിൽ തൃപ്തനല്ലെങ്കിൽ ആ പുരുഷൻ മതിൽ ചാടാൻ പാടില്ല, ആ പുരുഷൻ വ്യഭിചരിക്കാൻ പാടില്ല. ഹലാലായ രീതിയിൽ അയാൾ 4 വിവാഹം കഴിച്ചോട്ടെ. എന്നാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന് വേറൊരു സുഖം പെണ്ണ് ആഗ്രഹിക്കൂല. പെണ്ണിന് പെണ്ണിന്റെ ഭർത്താവല്ലാതെ വേറെ ഒരു സുഖം പെണ്ണൊരിക്കലും ആഗ്രഹിക്കൂല. പെണ്ണിന്റെ മനസ്സിലേക്ക് അങ്ങനെ ചിന്തകൾ കടന്നു വരൂല, ആത്മാർത്ഥമായി ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണാണെങ്കിൽ. എന്നാൽ ഭർത്താവ് തീരെ കെയർ ചെയ്യാതിരിക്കുമ്പോ, ഭർത്താവ് തീരെ ശ്രദ്ധിക്കാതിരിക്കുമ്പോ, ഭർത്താവ് നെവർ മൈൻഡ് ചെയ്യുന്ന സമയങ്ങളിൽ ഏതെങ്കിലും ചില ഞരമ്പ് രോഗികൾ ആ പെണ്ണുമായി ഇടപെടാൻ അവസരമുണ്ടായാൽ, ആ പെണ്ണുമായി സംസാരിക്കാൻ അവസരമുണ്ടായാൽ, ആ പെണ്ണിന്റെ പിന്നാലെ നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ
ഏതെങ്കിലും ദുർലഭം, ആ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അത്തരം ഏതെങ്കിലും ദൗർഭാഗ്യ നിമിഷങ്ങളിൽ പെണ്ണ് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അല്ലാതെ പെണ്ണൊരിക്കലും മറ്റൊരാളെ തേടിപ്പോവില്ല. മനസ്സിലാക്കണം, നമ്മൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവാണ് അവൾക്ക് വലുത്. അവൾക്ക് ജീവനും ജന്മവും എല്ലാം ഭർത്താവാണ്. പിന്നെയോ സാഹചര്യങ്ങൾ കൊണ്ടൊരു പക്ഷേ പെണ്ണ് വഴികേടിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അത് പിന്നാലെ നടന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ സൗര്യം നഷ്ടപ്പെടുത്തുമ്പോഴാണ് അറിയാതെ പെട്ടുപോകുന്നത് ചില ദൗർഭാഗ്യ നിമിഷങ്ങളിൽ. അപ്പൊ പെണ്ണിന് വേറെ ഒരാളെ കുറിച്ചുള്ള ചിന്തയുണ്ടാവൂല വിവാഹം കഴിഞ്ഞാൽ. എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായി അവന്റെ മനസ്സ് മറ്റുള്ളതിനെ ചേടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ഒരു പെണ്ണ് മതി എന്ന് പറഞ്ഞാൽ ആ പെണ്ണിലയാൾ തൃപ്തനല്ലെങ്കിൽ ഒരുപക്ഷെ അയാൾ വ്യഭിചരിക്കാൻ സാധ്യതയുണ്ട്. വ്യഭിചരിക്കുന്നത് വേറെ ആരുടെയെങ്കിലും ഭാര്യ ആവാൻ സാധ്യതയുണ്ട്, വേറെ ആരുടെയെങ്കിലും മക്കളാവാൻ സാധ്യതയുണ്ട്, വേറെ ആരുടെയെങ്കിലും ഉമ്മയാവാൻ സാധ്യതയുണ്ട്, വേറെ ആരുടെയെങ്കിലും പെങ്ങളാവാൻ സാധ്യതയുണ്ട്. അപ്പൊ സമുദായത്തിന്റെ അന്തസ്സും സമുദായത്തിന്റെ പവിത്രതയും കുടുംബത്തിന്റെ കെട്ടുറപ്പും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹലാലായ രീതിയിൽ നിങ്ങളുടെ വികാരം നിങ്ങൾ ശമിപ്പിക്കണമെന്ന രീതിയിൽ 16 നിന്നും 20 നിന്നും പരിശുദ്ധ ഇസ്ലാം 4 ചുരുക്കുകയാണ് ചെയ്തത്. എന്നാലും 1 മതി വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവാൻ. അല്ലാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കി തരട്ടെ. ഐക്യത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോവാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സ്ത്രീകളായാൽ അവൾക്ക് 6 സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പരാതിയും പരിഭവങ്ങളും പറയുന്നൊരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്നവളാവാൻ പാടില്ല. മറ്റുള്ളവരെ വശീകരിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്നവളാവാൻ പാടില്ല. വസ്ത്രം ധരിക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ എന്നെ 4 ആളുകൾ കാണട്ടെ എന്നുള്ള ചിന്തയുണ്ടാവാൻ പാടില്ല. സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് നോക്കണം. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. അല്ലാഹു നമ്മുടെ ഹൃദയം എന്താണ് ചിന്തിക്കുന്നത് എന്ന് അല്ലാഹുവിനറിയാം. നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടവും അല്ലാഹുവിനറിയാം. പക്ഷേ നിങ്ങളുടെ ഭർത്താവിനറിയില്ല, നിങ്ങളുടെ പിതാവിനറിയില്ല, നിങ്ങളുടെ വീട്ടുകാർക്കറിയില്ല നിങ്ങൾ എന്തിനാണ് പുറത്തിറങ്ങുന്നത് എന്ന്. അല്ലാഹുവിനറിയാം നിങ്ങൾ എന്തിനാണ് പുറത്തിറങ്ങുന്നത് എന്ന്. പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ഈ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയതിന്റെ പിന്നിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നും അല്ലാഹുവിനറിയാം. അല്ലാഹുവിന്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ല. ഭർത്താവിന്റെയോ കുടുംബക്കാരുടെയോ കണ്ണ് വെട്ടിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞേക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു പെണ്ണ് മറ്റുള്ളവരെ വശീകരിക്കാൻ എന്നെ ശ്രദ്ധിക്കട്ടെ, എന്നെ കാണട്ടെ, എന്റെ പിന്നാലെ കടന്നു വരട്ടെ, എന്നെ നോക്കട്ടെ എന്ന ചിന്തയോടെ ഏതെങ്കിലും ഒരു പെണ്ണ് നല്ല മനോഹരിയായി സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങിയാൽ ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിണിയാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ മറ്റുള്ളവരെ വശീകരിക്കുന്ന സ്വഭാവക്കാരിയാണ് പെണ്ണിനെങ്കിൽ ആ പെണ്ണിന് നിങ്ങളൊരു കാരണവശാലും വിവാഹം കഴിക്കാൻ പാടില്ല. 4-മത്തേത് പറഞ്ഞത് വലാ ഹദ്ദാഖ, എന്ത് കണ്ടാലും അത് വേണമെന്ന് വാശി പിടിക്കുന്ന പെണ്ണ്. അത് വേണം, ഇത് വേണം, ഭർത്താവിന് കഴിയാത്ത ഓരോന്ന് ഭർത്താവിനോട് പറഞ്ഞ് ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്ന പെണ്ണ്. ചുരിദാർ വേണം, ഇന്നലെ ഒരു കല്യാണത്തിന് വാങ്ങിച്ചു കൊടുത്തതാണ്, നാളെ വീണ്ടും വേണം, മറ്റൊരു കല്യാണമുണ്ട്, മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ഓരോ കല്യാണത്തിന് ഓരോ സാരി, ഓരോ കല്യാണത്തിന് ഓരോ ചുരിദാർ, ഓരോ കല്യാണത്തിന് ഓരോ ചെരുപ്പുകൾ. നിങ്ങൾ ആരാ? ഡയാന രാജകുമാരിയാണോ? നിങ്ങളിങ്ങനെ ഓരോ ഫംഗ്ഷനുകൾക്കും ഓരോ വസ്ത്രം ധരിക്കാൻ. എന്തേ പുരുഷന്മാരെ പോലെ ഒരേ വസ്ത്രം ധരിച്ച് നിങ്ങൾക്ക് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടാൻ പോകുന്നത്? അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്. നിങ്ങളുടെ ഭർത്താക്കന്മാർ അങ്ങനെയാണോ ചെയ്യാറുള്ളത്? ഞാനിത് കഴിഞ്ഞ കല്യാണത്തിന് ധരിച്ചല്ലോ എന്ന് പറഞ്ഞ് വസ്ത്രം ധരിക്കാതെ പുതിയൊരു വസ്ത്രം തുന്നിച്ച് ധരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തേ നിങ്ങൾക്കും അതുപോലെ ആയിക്കൂടെ? നിങ്ങളുടെ ഭർത്താക്കന്മാർ ഓരോ കല്യാണത്തിനും ഓരോ ഫംഗ്ഷനുകൾക്കും ഓരോ ചെരുപ്പും ഓരോ വസ്ത്രവും വാങ്ങി ധരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മൾക്ക് എന്തേ അങ്ങനെ നാണക്കേടെന്തേ വന്നുപോയത്? അതുകൊണ്ട് അതൊന്നും നല്ലതല്ല, അതൊന്നും നല്ലതല്ല. ആരെ ഞെട്ടിക്കാനാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത്? ഒരു വസ്ത്രം ധരിച്ച് 2 തവണ കണ്ടാൽ എന്താ പ്രശ്നം? അത് നാണമാണോ? അത് ലജ്ജയാണോ? ഞാനൊരു വസ്ത്രം ധരിച്ച് ഒരാൾ കണ്ടു, പിന്നെയും കണ്ടു, പിന്നെയും കണ്ടു, മറ്റൊരു ഫംഗ്ഷനിൽ ഏറി പോയാൽ എന്താ വിചാരിക്കുക?
ഈ പെണ്ണ് പാവാണ്, ഒന്നും പൈസ ഒന്നും കയ്യിലില്ല എന്ന് വിചാരിക്കും. പാവപ്പെട്ട പെണ്ണാണ്, എന്താ കുഴപ്പം, ആയിക്കോട്ടെ. അയാൾ വിചാരിച്ചോട്ട് നമ്മൾ ദരിദ്രരാവില്ലല്ലോ. എന്താ ഒരു കുഴപ്പം? നിങ്ങളൊക്കെ ഈ വിഷയത്തിൽ നിങ്ങൾ പുരുഷന്മാരെ മാതൃകയാക്കണം. ഒരു ചെരുപ്പ് വാങ്ങിയാൽ 2, 3, 4 വർഷം ചെരുപ്പ് ധരിക്കുന്നവരില്ലേ ആ പുരുഷന്മാരിൽ? അല്ലേ? ഉണ്ട്. ഷൂ വാങ്ങിയാൽ 5, 8 കൊല്ലം ധരിക്കുന്ന ആളുണ്ട്. ഡ്രസ്സ് 2, 3 വർഷവും ഒരു വസ്ത്രം ധരിക്കും, അല്ലേ? ഒരുപാട് ആളുകൾ ഇരിക്കലും പെണ്ണുങ്ങൾ ധരിച്ച് എല്ലാവരും ഏകദേശം 2 വർഷം ആയിട്ടുണ്ടാവും. പെണ്ണുങ്ങൾക്ക് മാത്രം എന്തൊരു പ്രത്യേകത! അതൊക്കെ മാറ്റണം. ഒരൽപ്പം മാറ്റം നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മളുടെ അഭിമാനവും അന്തസ്സും നഷ്ടപ്പെടുമോ? ഇല്ല മോളെ. നമ്മുടെ അന്തസ്സ് നഷ്ടപ്പെടുത്തുന്നത് നമ്മളാണ്. ഒരാളുടെ വാക്കുകളിൽ തകരുന്നതല്ല നമ്മുടെ അന്തസ്സ്. ആരെങ്കിലും കാണുമ്പോൾ തകരുന്നതല്ല നമ്മുടെ അന്തസ്സ്. അങ്ങനെയാണെങ്കിൽ തുമ്മുമ്പോൾ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചു പോകട്ടെ. പിന്നെന്തിനീ മൂക്ക്? തുമ്മുമ്പോൾ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെ. അതുകൊണ്ട് ഇത്തരം അനാവശ്യമായി കഴിയാത്ത ഭർത്താക്കന്മാരെ നിങ്ങൾ ശല്യം ചെയ്യരുത്. എന്നാൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഭർത്താവാണെങ്കിൽ നന്നായി നല്ല വസ്ത്രം വാങ്ങിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. സാമ്പത്തികമായി കഴിവുള്ള ഭർത്താവാണെങ്കിൽ എല്ലാ ദിവസം വേണമെങ്കിലും ഓരോ കുപ്പായം വാങ്ങിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ധരിച്ച വസ്ത്രം ഒരു തവണ നിങ്ങൾ ധരിച്ച് അത് അലമാരയിൽ സൂക്ഷിച്ച് മറ്റൊരാൾക്ക് ധരിക്കാൻ പോലും നൽകാതെ അത് നഷ്ടപ്പെടുന്ന രീതിയിലായാൽ അത് ഇസ്റാഫാണ്. അതിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു തവണ ധരിച്ചോ, പിന്നെ ധരിക്കാൻ നിങ്ങൾക്ക് നാണമാണെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണിന് കൊടുത്തോളൂ, അവൾ ധരിച്ചോട്ടെ. പ്രശ്നം ഇവിടെയാണ്. 4, 5 ചുരിദാറുകൾ എല്ലാ മാസവും വാങ്ങിച്ച് അതിങ്ങനെ അലമാരയിൽ സൂക്ഷിക്കുന്നു, വേറെ ഒരാൾക്ക് ധരിക്കാനും കൊടുക്കുന്നില്ല. ഒരു പെണ്ണ് ഇങ്ങനെ എന്ത് കണ്ടാലും വേണമെന്ന് വാശി പിടിക്കുന്ന പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിക്കരുത്. പിന്നെ ബ്യൂട്ടീഷ്യൻ എപ്പോഴും സംസാരിക്കുന്നത് കോസ്റ്റ്യൂംസിനെ കുറിച്ച്, എപ്പോഴും സംസാരിക്കുന്നത് അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച്, എങ്ങനെ സൗന്ദര്യം കൂട്ടാമെന്നുള്ള ചിന്തയാണ്. മുഖത്തിന്റെ ഭംഗി എങ്ങനെ കൂട്ടണം, ഐബ്രോ കട്ട് ചെയ്യണം, അതേപോലെ മുടി സ്ട്രൈറ്റ് ചെയ്യണം, മുഖം ഫേഷ്യൽ ചെയ്യണം, ബ്ലീച്ച് ചെയ്യണം. ഇങ്ങനെ മുഖത്തിന്റെ സൗന്ദര്യം, ശരീരത്തിന്റെ സൗന്ദര്യം, ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഖത്തിന്റെയും ശരീരത്തിന്റെയും സൗന്ദര്യത്തിന് വേണ്ടി യൂട്യൂബ് എടുത്താൽ നോക്കുന്നത് എങ്ങനെ മുഖം വെളുപ്പിക്കാം, യൂട്യൂബ് എടുത്താൽ നോക്കുന്നത് എങ്ങനെ മുഖം ഭംഗി കൂട്ടാമെന്നുള്ളതാണ്. പച്ചപ്പയർ തേച്ചാൽ ഭംഗി കൂടോ, ചന്ദനം തേച്ചാൽ കൂടോ, അങ്ങനെ ഓരോന്നിങ്ങനെ നോക്കും. മുഖം വെളുക്കാൻ എന്താ വഴി, സൗന്ദര്യം കൂടാൻ എന്താ വഴി? ഇങ്ങനെ സൗന്ദര്യത്തെക്കുറിച്ച് മാത്രം ചിന്തയുള്ള സ്ത്രീകളെയും നിങ്ങൾ വിവാഹം കഴിക്കരുത് എന്ന് പറയാറുണ്ട്. അതേപോലെ 6ാമതായി പറഞ്ഞത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന പെണ്ണ്. ഒരു പരിധിയില്ല, സംസാരത്തിനൊരു പരിധിയില്ല, ഒരു ലിമിറ്റില്ല. അന്യപുരുഷന്മാരെ കണ്ടാൽ ഒരു അച്ചടക്കമില്ല. സ്കൂളിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ 4-5 പെൺകുട്ടികൾ നടന്നു വരികയാണെങ്കിൽ അങ്ങോട്ട് ചിരിച്ച് തമാശ പറഞ്ഞ് കൈയടിച്ച് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി നൃത്തം ചെയ്ത് ഓടി ഐസിഎംബി ഇങ്ങനെയൊക്കെ അനാവശ്യമായി പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ ഒച്ചപ്പാടുണ്ടാക്കി നടക്കുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. സൂക്ഷ്മത നല്ലതാണ്, അച്ചടക്കം നല്ലതാണ്. ഒരു 5ാം ക്ലാസ്സിലെ ചെറിയ കുട്ടിയാണെങ്കിലൊക്കെ SSLC കഴിഞ്ഞവർ, +2 കഴിഞ്ഞവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവരൊക്കെ പബ്ലിക്കായി പൊതുജനങ്ങളുടെ മുമ്പിൽ കൈസൂമ്പി നടക്കുന്നത് അതൊക്കെ ഒരു മാന്യതയുടെ കുറവാണത്. വീട്ടിലെത്തിയിട്ടൊന്നും ചെയ്യുക. ആളുകളുടെ മുമ്പിൽ നമ്മളിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നതും ചിരിക്കുന്നതും വിറ്റടിക്കുന്നതും കൈ കൊടുക്കുന്നതും നല്ലതല്ല. സ്കൂളിലേക്ക് പോയാൽ നല്ല അച്ചടക്കത്തോടെ സൈലൻ്റായി പോയി. ഒരു സ്ഥലത്ത് നമ്മൾ സൈലൻ്റായിരുന്നു, ബസ് വരുന്നവരെ കാത്തിരുന്നു, സ്കൂളിലെത്തി തിരിച്ചു വിട്ടില്ല. നിങ്ങൾ റൂമിലെത്തിയിട്ട് നിങ്ങൾ എന്ത് കുന്തറാട്ടം കളിച്ചോ, നല്ല ഡാൻസ് കളിച്ചോ, നൃത്തം ചെയ്ത് എന്ത് വേണം. നിങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ടിലെത്തിയാൽ നിങ്ങൾ എന്തും ചെയ്തോളൂ. നിങ്ങളുടെ വീടിന്റെ പരിസരത്തെത്തി, നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലെത്തിയാൽ നിങ്ങൾ എന്തും ചെയ്തോളൂ. പക്ഷേ അന്യപുരുഷന്മാർക്കിടയിൽ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കി നടക്കരുത്. അതൊരു പെണ്ണിന്റെ നല്ല സ്വഭാവമല്ല എന്ന് മഹാന്മാരായ ആളുകൾ, അറബികൾ പറയാറുണ്ട്. അതുകൊണ്ട് പെണ്ണിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല പെണ്ണിനെ നമ്മൾ തെരഞ്ഞെടുക്കണം, നല്ല പെണ്ണിനെ തെരഞ്ഞെടുക്കണം. മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മാതാവാണ് സഫിയ ബീവി റളിയല്ലാഹു അൻഹ. ലോക ചരിത്രത്തിൽ പ്രഗൽഭരായ മഹാന്മാരുടെ പിന്നിൽ ഏറ്റവും നല്ല ഉമ്മയുടെ ചരിത്രം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
ലോകത്തെ പ്രഗത്ഭരായ മഹാന്മാരുടെ പിന്നിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയത് ഉമ്മയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് മഹദിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളാണിത്. ഹംസത്തുൽ ഖറാറിനെ ഉഹുദിന്റെ രണാങ്കണത്തിൽ ചതിയിലൂടെ ആയുധം പ്രയോഗിച്ച് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുകയുണ്ടായി, വധിക്കുകയുണ്ടായി. ഹംസ റളിയല്ലാഹു അൻഹു രണാങ്കണത്തിൽ പിടഞ്ഞു മരിക്കുകയും ആ നെഞ്ചിലേക്ക് കയറി നെഞ്ചകം 2 കഷ്ണമാക്കി. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ നിന്ന്, നെഞ്ചിൽ നിന്ന് കുടൽമാലകൾ പറിച്ചെടുത്ത്, കരൾ പറിച്ചെടുത്ത് തിന്നുകയും എന്നിട്ട് ചെവി മുറിച്ചു മാറ്റുകയും അംഗവിച്ഛേദം നടത്തി. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്തിനോട് പോലും ബഹുമാനം കാണിക്കാതെ അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും ആകാശലോകങ്ങളും മുഴുവനും ടെൻഷൻ കൊണ്ട്, ദുഃഖം കൊണ്ട് തല താഴ്ത്തി നിന്ന സമയത്താണ് പെങ്ങളായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ രണാങ്കണത്തിലേക്ക് ചാടി വരുന്നത്, ഓടി വരുന്നത്. ഉമ്മയെ ഹംസത്തുൽ ഖറാറിന്റെ ശരീരത്തിലേക്ക് ആ മയ്യിത്ത് കാണാൻ കടന്നു വരുന്നത് കണ്ടപ്പോ മകൻ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളെ തടയുകയുണ്ടായി. ഉമ്മ, പോകണം നിങ്ങൾ, ഇത് യുദ്ധമാണ്, ഇത് പുരുഷന്മാർ കടന്നു വരേണ്ട സ്ഥലമാണ്, നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിച്ചു. ഉമ്മ ദേഷ്യപ്പെട്ടു, ദൂനക്, നീ പോടാ, ലാ അർള ലകി ലാ ഉമ്മ ലകി, നീ വിട്ടോ, നീ എന്നെ തടയാൻ നീ വരണ്ട എന്ന് പറഞ്ഞു. മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു നേരെ പോയത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്കാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എൻ്റെ ഉമ്മയായ സഫിയ ബീവി ഹംസത്തുൽ ഖറാറിന്റെ ശരീരത്തിലേക്ക് ആ മയ്യിത്ത് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഖല്ലി സബീലഹ, അവളെ വിട്ടേക്ക്, അവളെ വിട്ടേക്ക്, അവൾ സാധാ പെണ്ണല്ല. മയ്യിത്ത് കാണുമ്പോ, അംഗവിച്ഛേദം നടത്തിയ ശരീരം കാണുമ്പോ ബോധം കെട്ട് വീഴുന്ന പെണ്ണല്ലത്. സ്വന്തം ആങ്ങളയുടെ ശരീരം 2 കഷ്ണമാക്കി, കരള് പറിച്ചെടുത്ത് ചവച്ചു തുപ്പി, സ്വന്തം ആങ്ങളയുടെ ചെവിയെ 2 കഷ്ണമാക്കി അത് ആഭരണമായി ഉപയോഗിച്ച് വൃത്തികെട്ട രീതിയിൽ ശരീരത്തെ ആരും കണ്ടാൽ വെറുക്കുന്ന രീതിയിൽ, വേദനിച്ചു പോകുന്ന രീതിയിൽ, വിഷമിച്ചു പോകുന്ന രീതിയിൽ മഹാനായ ഹംസത്തുൽ ഖറാറിന്റെ ശരീരം കഷ്ണങ്ങളാക്കി മാറ്റിയപ്പോൾ പതറുന്ന പെണ്ണല്ല, ഉമ്മയെ വിട്ടേക്ക് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി. ആ ഉമ്മ നേരെ പോയത്, പെങ്ങൾ നേരെ പോയത് ആങ്ങളുടെ സമീപത്തേക്കാണ്. എന്നിട്ട് അവിടെ പോയി നോക്കുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമാണ് അവിടെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ വെച്ച് മയ്യിത്ത് നിസ്കരിച്ചു. എന്ന് അല്ലാഹുവിനോട് പാപമോചനം തേടി തിരിച്ചു വന്നിട്ട് മോനോട് പറഞ്ഞു, ഖുല്ലി റസൂലില്ലാഹ്, മോനെ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയണം, ആങ്ങളയുടെ മരണത്തിൽ ഈ സഫിയയ്ക്ക് ടെൻഷൻ ഇല്ല, അല്ലാഹുവിനോർത്ത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയണം. ഇതാണ് ഉമ്മ, ധീരയായ മാതാവ്. ഇതുപോലെയുള്ള ധീരതയുള്ള മാതാവാണ് നമ്മൾക്ക് ആവശ്യം. ഈ ഉമ്മയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന കിരാതനായ ക്രൂരനായ ഭരണാധികാരി കഅബയെ തകർക്കാനും മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളെ ആക്രമിക്കാനും വേണ്ടി കടന്നു വന്നിട്ട് സുബൈർ തങ്ങളുടെ കൂടെയുള്ള എല്ലാ പടയാളികളും പൊരുതി മരിച്ചു. ഒരുപാട് ആളുകൾ കൂറുമാറി. അവസാനം സുബൈർ തങ്ങൾ ഒറ്റയ്ക്കാണുള്ളത്. ആ സമയത്ത് ഹജ്ജാജിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉമ്മയോട് സമ്മതം ചോദിച്ച് പുറത്തിറങ്ങാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് അവസാനമായി ഉമ്മ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്. കെട്ടിപ്പിടിച്ചപ്പോൾ ഇരുമ്പ് കൊണ്ടുള്ള യുദ്ധത്തിന്റെ കവചം, ഇരുമ്പിനാലുള്ള കവചം മഹാനായ സുബൈർ തങ്ങൾ ധരിച്ചത് കാണാനിടയായി. പടയങ്കി, ഇരുമ്പിനാലുള്ള പടയങ്കി വെട്ടേൽക്കാതിരിക്കാൻ വേണ്ടി. അപ്പോഴാണ് ഉമ്മ ചോദിച്ചത്, എന്തിനാണ് നീ യുദ്ധത്തിന് പോകുന്നത്? ഇങ്ങനെ ഒരു ആയുധം ധരിച്ച്, പടയങ്കി ധരിച്ച് യുദ്ധത്തിന് പോവേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹുവിന്റെ കലിമത്ത് ഉന്നതിയിലെത്താനല്ലയോ നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത്? പിന്നെ ഈ ഇരുമ്പിന്റെ പടയങ്കിയുടെ ആവശ്യം എന്താണ്? ഏതെങ്കിലും ഈ കിരാതനായ ഭരണാധികാരി നിന്നെ പിടിച്ചു കൊണ്ടുപോയി ജയിലറയിലിട്ട് തുടർച്ചയായി ചാട്ടവാറുകൾ കൊണ്ട് അടിക്കുന്നതിനേക്കാളും നല്ലത് അന്തസ്സോടെ രണാങ്കണത്തിൽ കിടന്ന് മരിക്കലല്ലയോ എന്ന് ആ ഉമ്മ സ്വന്തം മകനോട് ചോദിച്ചുകൊണ്ട് ആ മകനെ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് യാത്രയാക്കുന്നുണ്ട്. നീ മരണപ്പെട്ടാൽ മോനെ എനിക്ക് വിഷമമില്ല, ഞാൻ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാമെന്ന് പറഞ്ഞിട്ടാണ് സ്വന്തം മാതാവ് സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളെ രണാങ്കണത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. ആ രണാങ്കണത്തിൽ വെച്ചാണ് സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങൾ കൊല്ലപ്പെടുന്നത്.
എന്നിട്ട് തല പോലും മുറിച്ചു മാറ്റി ജനങ്ങൾ വിഷമിപ്പിക്കുന്ന രീതിയിൽ, കണ്ടാൽ വിഷമിക്കുന്ന രീതിയിൽ ആ ശരീരത്തോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട്. എന്നിട്ടും ഈ മാതാവ് തളർന്നിട്ടില്ല. ഇതുപോലെയുള്ള ധീരരായ മാതാവിനെയാണ് നമ്മുടെ സമുദായത്തിന് ആവശ്യം. എന്നാൽ നമ്മുടെ ഉമ്മമാരുടെ അവസ്ഥ എന്താണ്? മദ്രസയിൽ നിന്ന് ഉസ്താദുമാരുടെ കയ്യിൽ നിന്ന് 1 or 2 അടികൾ വാങ്ങിച്ചതിന്റെ പേരിൽ ഉസ്താദുമാരെ ചോദ്യം ചെയ്യാൻ മടിക്കാത്ത ഉമ്മമാരല്ലയോ ഇന്ന്? ചെറിയ ചെറിയ അടികൾ, ഒരു അടി കൊണ്ടാൽ എന്ത് സംഭവിക്കും? നമ്മുടെ മക്കൾക്ക് 1, 2, 3, 4 അടികൾ പഠിക്കാത്തതിന്റെ പേരിൽ ഉസ്താദുമാരടിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ നമ്മുടെ മക്കൾക്ക്? 2 ദിവസം കഴിഞ്ഞാൽ അതിന്റെ അടയാളം പോകും. പഠിക്കാത്തതിന്റെ പേരിൽ അടിച്ചാൽ പോലും ആ മാതാവ് നേരെ മദ്രസയിലേക്ക് വന്നിട്ട് ഉമ്മമാർ ഉസ്താദുമാരെ തെറി വിളിക്കുന്ന ഉമ്മമാരുള്ള കാലമാണിത്. കമ്മിറ്റി ഭാരവാഹികൾക്ക് കത്തെഴുതി കൊടുക്കുന്ന ഉമ്മമാരുള്ള കാലമാണിത്. ഈ ഉസ്താദ് എവിടെയുണ്ടെങ്കിൽ ഞങ്ങൾ ജമാഅത്തിൽ ചേരൂല, ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറയുന്ന ഉമ്മമാരുള്ള കാലമാണിത്. പൊന്നാര മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു 4-5 അടിയുടെ പേരിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാക്കിയാൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സഫിയ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് എന്ത് പാഠമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? മക്കള് പഠിക്കട്ടെ. പഠിക്കുമ്പോൾ ഒരു പക്ഷേ അതവിന് വേണ്ടി അടിക്കേണ്ടി വന്നേക്കാം. അത് നിങ്ങൾ കണ്ണു ചുമ്മിയേക്ക്. എന്താ ഇവിടെ അടി കൊണ്ടത് കൊണ്ട് ഇവിടെ വല്ല പ്രശ്നവും ഉണ്ടായിട്ടുണ്ടോ? വെറുതെ അല്ലല്ലോ അടിക്കുന്നത്. നിങ്ങളുടെ മക്കൾ പഠിക്കാത്തതിന്റെ പേരിൽ, ഫാത്തിഹ പഠിക്കാത്തതിന്റെ പേരിൽ, വജ്ഹത്ത് പഠിക്കാത്തതിന്റെ പേരിൽ, ഖുർആൻ പഠിക്കാത്തതിന്റെ പേരിൽ, നിസ്കാരം പഠിക്കാത്തതിന്റെ പേരിൽ, ഇങ്ങനെ പഠിക്കാത്തതിന്റെ പേരിലല്ലയോ നിങ്ങളുടെ മക്കളുടെ ഭാവി ഉദ്ദേശിച്ചിട്ടല്ലയോ ഉസ്താദുമാരടിക്കുന്നത്? അതിനെയാണോ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്? അത്തരം ഉസ്താദുമാർക്കെതിരെയാണോ നിങ്ങൾ കേസ് കൊടുക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഈ മക്കൾ നന്നാവുക? പിന്നെ എങ്ങനെയാണ് ആത്മാർത്ഥമായി ഉസ്താദുമാർ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് ഉമ്മമാരെ, ഈ സഫിയ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് മാതൃകയാക്കണം നമ്മൾ. നമ്മുടെ മക്കളെ പഠിക്കാൻ, ഇൽമ പഠിക്കാൻ നമ്മൾ അവസരം നൽകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് തന്റെ മകനോട് പറയുമായിരുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, ഉതുലു ബിൽ ഇൽമ, നീ ഇൽമ പഠിച്ചോ മോനെ, നീ ഇൽമ പഠിച്ചോ. ഉതുലു ബിൽ ഇൽമ, നീ ഇൽമ പഠിച്ചോ, ഞാൻ ജോലി ചെയ്തോളാം. ഉമ്മയാണ് പറയുന്നത്. 10ാം ക്ലാസ് ആകുമ്പോഴേക്കും മക്കളെ ഗൾഫിലേക്ക് അയക്കുന്ന ഉമ്മയല്ല ഇത്. ശ്രദ്ധിക്കണേ, 10ാം ക്ലാസ് ആകുമ്പോഴേക്കും മക്കളെ ബിസിനസിനും ജോലിക്കും വേണ്ടി പറഞ്ഞേക്കുന്ന ഉമ്മയല്ല ഇത്. ഞാൻ ജോലി ചെയ്തോളാം, ഞാൻ അധ്വാനിച്ചോളാം, എന്റെ മോനെ നീ ഇൽമ പഠിക്കണേ, നീ ഖുർആൻ പഠിക്കണേ, നീ ഹദീസ് പഠിക്കണേ എന്ന് പറഞ്ഞ് മകനെ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടയച്ച ഉമ്മയെ നമ്മൾ മനസ്സിലാക്കണം. ആ ഉമ്മ ഈ മകനോട് പറയുന്നുണ്ട്, മോനെ നീ പഠിക്കണം. ഫകാനത്ത് റഹിമഹല്ലാഹ്. എന്നിട്ട് മകൻ പഠിക്കാൻ പോയാൽ ഈ ഉമ്മ അധ്വാനിക്കുമായിരുന്നു. എന്നിട്ട് മകന് പഠിക്കാനുള്ള ചെലവുകൾ കണ്ടെത്തും, ഈ മകന് ഭക്ഷണം കഴിക്കാനുള്ള ചെലവ് കണ്ടെത്തും. എന്നിട്ട് ഇടയ്ക്കിടെ മകനെ കാണുമ്പോൾ വഅദ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരിക്കൽ തന്റെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇൻ കതബത 10 അഹ്റുഫിൻ, 10 അക്ഷരം നീ പഠിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു 10 അക്ഷരം നീ പഠിച്ചു കഴിഞ്ഞാൽ, ഹൽ തറാ ഫീ നഫ്സിക സിയാദതൻ ഫീ ഖശിയതിക, ആ 10 അക്ഷരം കൊണ്ട് അല്ലാഹുവിനോടുള്ള ഭയഭക്തി പൊന്നുമോനെ നിനക്ക് കൂടിയിട്ടുണ്ടോ എന്ന് നോക്കണം. 1ാം ക്ലാസ് കഴിഞ്ഞ് 2ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും എന്റെ മകന് തഖ്വയിൽ വല്ല മാറ്റമുണ്ടോ? നിസ്കാരത്തിൽ വല്ല മാറ്റമുണ്ടോ? ദീനിൽ വല്ല മാറ്റമുണ്ടോ? അല്ലാഹുവിനോടുള്ള ഖുശൂഇൽ മാറ്റമുണ്ടോ? സ്വഭാവത്തിൽ മാറ്റമുണ്ടോ എന്നാണ് നോക്കേണ്ടത്. പ്രോഗ്രസ് കാർഡ് എടുത്തുകൊണ്ട് A+ കിട്ടാത്തതിന്റെ പേരിൽ ചീത്ത വിളിക്കുകയല്ല വേണ്ടത്. 100ൽ 100 വാങ്ങിക്കാത്തതിന്റെ പേരിൽ, 50ൽ 50 വാങ്ങിക്കാത്തതിന്റെ പേരിൽ ചീത്ത പറയുകയല്ല വേണ്ടത്. മാർക്കൊക്കെ അവിടെ നിൽക്കട്ടെ, തട്ടിമുട്ടി വിജയിച്ചാൽ മതി. പക്ഷേ ആ പഠനം കൊണ്ട് നമ്മുടെ മക്കൾക്ക് മാറ്റമുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ മക്കളുടെ സ്വഭാവം മാറുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മുടെ മക്കളുടെ നിസ്കാരത്തിൽ മാറ്റമുണ്ടോ? നമ്മുടെ മക്കളുടെ പ്രവർത്തനത്തിൽ മാറ്റമുണ്ടോ? അഖ്ലാഖിൽ നിന്ന് പഠിക്കുന്നത് നമ്മുടെ മക്കൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ? അഖ്ലാഖിൽ നിന്ന് പഠിക്കുന്നത്, ഫിഖ്ഹിൽ നിന്ന് പഠിക്കുന്നത്, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് പഠിക്കുന്നത് മക്കൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്നാണ് ഉമ്മമാരെ നിങ്ങൾ നോക്കേണ്ടത്. റാങ്കിന് വേണ്ടി വെറുതെ മക്കളെ നിങ്ങൾ അടിക്കുകയോ ശകാരിക്കുകയോ ചെയ്യരുത്. റാങ്ക് കിട്ടിയ ആളുകളൊന്നുമല്ല ഇവിടെ ലോകത്തെ പ്രഗത്ഭരായി മാറിയത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ റാങ്ക് ഹോൾഡേഴ്സ് അല്ല ലോകത്തെ കീഴടക്കിയവർ. ലോകത്തെ കീഴടക്കിയവരിൽ ഒരുപക്ഷെ റാങ്ക് ഹോൾഡേഴ്സിനെ കാണാൻ കഴിയില്ല. എവിടെയും എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഭൗതികമായ മേഖലയിലും
ഇൽമിന്റെ മേഖലയിലും റാങ്ക് ഹോൾഡേഴ്സ് അല്ല ലോകം കീഴടക്കിയത്. ലോകം കീഴടക്കാനുള്ള കഴിവ് വേറെയാണ്. പെരുമാറ്റം കൊണ്ട്, സ്വഭാവം കൊണ്ട്, അച്ചടക്കം കൊണ്ട്, കുശാഗ്ര ബുദ്ധി കൊണ്ട്, പ്രീ പ്ലാൻ ചെയ്യാനുള്ള എല്ലാം മുൻകൂട്ടി കാണാനുള്ള ആ ഒരു കഴിവ് കൊണ്ട് നമ്മുടെ മക്കളെ പ്രത്യേകമായി അച്ചടക്കത്തോടെ വളർത്താൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. 1-ാം ക്ലാസ് കഴിഞ്ഞ് 2-ാം ക്ലാസ്സിലേക്ക് പോകുന്ന മകനിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി വർദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടിയുടെ ഇൽമ് ആ കുട്ടിക്ക് ഉപകരിക്കില്ല എന്നാണ് മഹദിയായ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ല ഉമ്മമാരെ നമ്മൾ കണ്ടെത്തണം. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന് ജന്മം നൽകിയ ഉമ്മ മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങൾക്ക് ജന്മം നൽകിയ ഉമ്മ, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന് ജന്മം നൽകിയ ഉമ്മ, സലാഹുദ്ദീൻ അയ്യൂബിക്ക് ജന്മം നൽകിയ മാതാവ്, മഹാനായ മൂസാ നബിക്ക്, മഹാനായ ഈസാ നബിക്ക്, ഇങ്ങനെ ലോകത്തെ പ്രഗത്ഭരായ മഹാന്മാർക്ക് ജന്മം നൽകിയ ഉമ്മമാരെ നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് അതുപോലെയുള്ള ഉമ്മമാരെ അഥവാ മക്കളെ ഭാവിയിൽ സ്വാലിഹീങ്ങളാക്കാൻ യോഗ്യരായ മക്കളെ, അള്ളാഹുവിനെ പേടിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ച് നമ്മുടെ ഭാവിക്ക് സമുദായത്തിന് ഉപകരിക്കുന്ന പെണ്ണുങ്ങളെ, സ്ത്രീകളെയാണ് നമ്മൾ ഭാര്യയായി തെരഞ്ഞെടുക്കേണ്ടത്. എന്നാൽ തന്നെ നമ്മുടെ മക്കൾ പകുതി നന്നായിട്ടുണ്ട്, പിന്നൊരു പകുതി ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പകുതി നന്നായി, പിന്നെ പകുതി ശ്രദ്ധിച്ചാൽ മതി. വെൽ ബിഗിനിങ് ഹാഫ് ഡൺ എന്നാണ്. നല്ല തുടക്കം പകുതിയും ചെയ്തു കഴിഞ്ഞതിന് സമാനമാണ്. നല്ല തുടക്കമാണ്. നല്ല പെണ്ണിനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല തുടക്കമാണ്. ആ ഒരു നല്ല തുടക്കത്തോടു കൂടി ഞങ്ങളുടെ മക്കൾ പാതി നന്നായി, പിന്നെ പകുതി ശരി. അതുകൊണ്ട് വളരെ പ്രധാനമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ഈ കാണുന്ന മ്യൂസിക്കലിൽ നിന്നും ടിക്ടോക്കിൽ നിന്നും മാറി പരിശുദ്ധമായ ഖുർആനിലേക്ക് നിങ്ങൾ മാറേണ്ടതുണ്ട് ഉമ്മമാരെ.